Hi, Jasim sir, dear students, friends, welcome back to Gallant IAS. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ GS3 ഒരുപാട് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു മെയിൻസ് പാർട്ട് GS1, GS2, GS3, GS4 പേപ്പേഴ്സ് ആർ ദർ, essays there. GS3 ഒരുപാട് ടോപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടുതൽ ട്രാപ്പ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്താലും കം അപ്പ് വിത്ത് ദീസ് 70-80 എന്നുള്ളൊരു അവസ്ഥ GS3 ഉണ്ട്. പക്ഷെ GS3 ഈ എക്കണോമി അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിലബസ് പഠിക്കാത്തതിന്റെ പ്രശ്നമല്ല, കണ്ടന്റ് അറിയാത്തതിന്റെ പ്രശ്നമല്ല. പക്ഷെ when it comes to how it is being processed and packaged, many are confused. ലൈക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈഡ് ആവുന്നത്, അല്ലെങ്കിൽ ഹൗ ദാറ്റ്, ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡൈനാമിക് പേപ്പർ. സോ ഒരു 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 കറണ്ട് അഫയേഴ്സിന്റെ വലിയൊരു എന്താ പറയുക, ലൈക്ക് ഒരു ഓവർഫ്ലോ ഉള്ള അല്ലെങ്കിൽ ഓവർലാപ്പ് ഉള്ള ഒരു പേപ്പറാണ്. ആൻഡ് മെനി ഡോണ്ട് നോ ആക്ച്വലി ഈ ലിങ്കേജ് എങ്ങനെയാണ് ഈ സംഭവത്തെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ GS3 റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി 2027 എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരത് ഫിനിഷ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു എന്താ പറയുക, ലൈക്ക് 100+ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സാറെ, GS3യുടെ കോഴ്സ് നമ്മൾ ചെയ്യുമ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് സാർ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് GS3 മാർക്ക് കുറഞ്ഞു വരുന്നത് എന്നുള്ള സാർ. ഒന്ന് അതിന്റെ കൺസ്ട്രക്ട് ആണ്. കൺസ്ട്രക്ട് ഇൻ ദ സെൻസ്, നമുക്ക് ഇത്രയും വിഷയങ്ങളുള്ള വേറെ എന്തില്ല, GS ഇല്ല. ഹിസ്റ്ററി, ജോഗ്രഫി, സൊസൈറ്റി പൊളിറ്റി, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, IR. പക്ഷെ ഇത് ഇറ്റ്സെൽഫ് എക്കണോമി, അഗ്രികൾച്ചർ, പിന്നെ ഇൻഡസ്ട്രി, ആ ഭാഗങ്ങളൊക്കെ, പിന്നെ എൻവിറോൺമെന്റ്, സയൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പിന്നെ വന്നിട്ട് ഇന്റേണൽ സെക്യൂരിറ്റി. അപ്പം നമ്പർ ഓഫ് സബ്ജക്ട്സ് എന്താണ് അതിന്റെ അകത്ത് കൂടുതലുണ്ട്. അപ്പൊ അതിന്റെ ഡൈവേഴ്സിറ്റിയും ഹൈ ആണെന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രോബ്ലം. രണ്ടാമത്തത്, ഈ സിലബസിന്റെ അകത്തുള്ള ഇന്റർ ലിങ്കേജസ് പ്രോപ്പറായി കിട്ടുന്നില്ല എന്നൊരു പ്രോബ്ലം ഉണ്ട്. ഇൻഫാക്ട് സിലബസ് എഴുതിയതിൽ വെച്ച് ഏറ്റവും എലാബറേറ്റീവ് ആയിട്ട് എഴുതിയിട്ടുള്ളത് GS3 ആണ്. കാരണം എന്തെങ്കിലും ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം അവര് ഡെവലപ്മെന്റ് റിലേറ്റഡ് ഇഷ്യൂസ് പഠിക്കാൻ പറയുന്നു. എന്നിട്ട് പിന്നെ പുറത്തുനിന്ന് സ്റ്റേറ്റ് റിലേറ്റഡ് ഇഷ്യൂസ്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ പറയാൻ പറഞ്ഞു. പിന്നെ സൈബർ തലങ്ങളിലുള്ള സൈബർ തലത്തിലുള്ള പ്രശ്നങ്ങളും മണി ലോണ്ടറിംഗ് പ്രശ്നങ്ങളെല്ലാം പറയാൻ പറയുന്നു. ഓർഗനൈസ് ക്രൈം എന്താന്ന് പറയുന്നു. വളരെ എലാബറേറ്റീവ് ആയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് സിലബസ് പറഞ്ഞിട്ടുണ്ട്. അഗ്രികൾച്ചർ ആണെങ്കിൽ ഓരോന്ന് എടുത്ത് പറയുന്നുണ്ട്. മേജർ ക്രോപ്സ്, ഇറിഗേഷൻ, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട്, മാർക്കറ്റിംഗ് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളതിന്റെ ഒരു ലാക്ക് ഓഫ്, സാറ് റൈറ്റ്ലി പോയിന്റ് ഔട്ട് ചെയ്തത്, എങ്ങനെയാണ് ഓർഗാനിക്കലി ലിങ്ക് ആവുന്നതിനെ പറ്റിയിട്ട് എന്തുണ്ട് ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഈ രണ്ട് പ്രോബ്ലംസ് ആണ് ജനറലി നമ്മള് GS2 സമയത്ത് എന്ത് ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ സാർ നോട്ടിന്റെ കാര്യം പറഞ്ഞു. പ്രോപ്പർ ഇപ്പൊ നോട്ട്സ് അവൈലബിൾ ആണെങ്കിലും ക്ലട്ടേർഡ് ആണ്. അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒരുപാട് നോട്ട്സ്. അപ്പൊ ഏത് വായിക്കണം, ഏത് ആർട്ടിക്കിൾ വായിക്കണം. ഇപ്പൊ നമ്മള് ന്യൂസ് പേപ്പർ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം, ഇപ്പൊ പക്ഷേ നമ്മൾക്ക് ഒരുപാട് റൈറ്റേഴ്സ് ഈ ബാക്കിയുള്ള പേപ്പറുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സാർ പറഞ്ഞു ഡൈനാമിക് ആണ്. ഡൈനാമിക് പ്രശ്നം ഒരുപാട് റൈറ്റേഴ്സ് പല അഭിപ്രായങ്ങൾ പറയും. ഇപ്പൊ അഗ്രികൾച്ചറിൽ അശോക് ഗുലാട്ടിയുടെ ഒരു ആർട്ടിക്കിൾ പറയുന്ന പോലെ ആയിരിക്കില്ല വേറൊരാള് പറയുന്നത്. അല്ലെങ്കിൽ എക്കണോമിയിൽ എൻവയോൺമെന്റ് ശ്രമിക രവി പറയുന്ന ഒരു ആർട്ടിക്കിൾ ആയിരിക്കില്ല വേറൊരാള് പറയുന്നത്. അപ്പോ ആ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട്. എന്ത് എഴുതണം എന്നുള്ള ഡൈവേഴ്സിറ്റിയും കൂടെ അതിന്റെ അകത്ത് ഇതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം GS3യുടെ അകത്തുള്ള ഈ പറയുന്ന ഡിഫിക്കൽട്ടീസും കോംപ്ലക്സിറ്റീസും. നമ്മളൊരു 2 മാസം കൊണ്ട് GS3 ഇപ്പം ഒരുപാട് കുട്ടികൾക്കുള്ള കൺസേൺസ്, മേ ബി വെരി ഡിഫിക്കൽട്ടി ടു ഐഡന്റിഫൈ the blind spots in the higher yielding areas, or maybe ഈ സബ്ജക്ട്സിന്റെ ഒരു ലിങ്കേജ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് nanotechnology in agriculture, biodiversity in clean energy, or developmental schemes in these security things. അപ്പം ഇതിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ക്ലബ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിനെ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകണം എന്നറിയില്ലാത്ത കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കറണ്ട് അഫയേഴ്സിനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ കോർ yielding ഏരിയാസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. What could be the best strategy for repeaters? സാർ, അവിടെയാണ് നമ്മൾ എക്സാക്ട്ലി ഹിറ്റ് ചെയ്യുന്നത്. നമ്മുടെ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ. വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ലീവ് ദാറ്റ് വർക്ക് ടു us. അപ്പൊ നമുക്കറിയാം ഈ സമയത്ത് പ്രിലിംസിന് ശേഷം ഒരാൾക്കാർ ഭയങ്കര അൺസർട്ടൺ ആയിട്ട് വേറെ ഒരുപാട് എക്സാംസും, നമുക്കറിയാം PSCയുടെ തന്നെ ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷനും അതുപോലുള്ള എക്സാമിനേഷനിലൊക്കെ ഒരുപാട് ആൾക്കാർ സ്റ്റക്ക് ആണ്. എന്നാൽ അവർക്കൊന്നും
ഇത് വിട്ടു പോകണം എന്നുള്ള ആഗ്രഹവും ഇല്ല. അതായത് yes. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു വെക്കാനുള്ള എന്തും Okay. ഇല്ല, അതെ, ഇതുമില്ല. അവിടെയാണ് നമ്മുടെ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ. വൺ yes. സ്റ്റോപ്പ് സൊല്യൂഷൻ മീൻസ് you don't worry about the content side. We are sorting it. Exactly. All you have to do is Hmm. study the content, update with newspaper, and Okay. start writing. Fine. That one skill, അതായത് എഴുതുന്ന ആ സ്കിൽ ഉണ്ടല്ലോ, Ah. സാർ പറഞ്ഞത് നമുക്ക് ഇന്റർലിങ്കേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. Hmm. പക്ഷെ ഇന്റർലിങ്കേജ് വരേണ്ടത് നമ്മുടെ മൈൻഡിലാണ്. അപ്പൊ ആ Exactly. മൈൻഡ് ഉണ്ടായത് എഴുത്ത് ഫുള്ള് എന്ത് ചെയ്യാ, ഫോക്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ വൺ സ്റ്റോപ്പ് സൊല്യൂഷന്റെ അകത്ത് സാർ ഈ പറഞ്ഞ എല്ലാ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യുന്നു. Yes. അതായത് yes. ഇപ്പൊ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിന്റെ ഫ്ലോ എന്താണ്, Okay. ടോപ്പിക്കിന്റെ ഫ്ലോ. ഇപ്പൊ നമ്മൾ മേജർ ക്രോപ്സ് ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺസ്. Okay. അപ്പോ ഇതൊരു എൻലെസ് ടോപ്പിക് ആണ്. പക്ഷെ UPSC എപ്പോഴും എന്തുണ്ട്, അതിന്റെ ഒരു ഡയമെൻഷൻ ഉണ്ട്, Okay. ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കും, ഇപ്പോഴത്തെ ക്രോപ്പ് പാറ്റേണിലുള്ള പ്രശ്നങ്ങൾ എന്താണ്. നമ്മൾ റൈസിനെ പറ്റി പഠിക്കും, വീറ്റിനെ പറ്റി പഠിക്കും, മില്ലറ്റിനെ പറ്റി പഠിക്കും, Okay. പിന്നെ ഓൾട്ടർനേറ്റീവ് ക്രോപ്സിനെ പറ്റി. എന്നിട്ട് നമ്മൾ കൺക്ലൂഷനിലേക്ക് റെയിൻബോ റെവല്യൂഷൻ എന്നുള്ള ഒരു സാധനം, അതായത് എല്ലാ ക്രോപ്സും വേണം നമ്മൾ പറയും. Okay. ഇറിഗേഷൻ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അപ്സ്ട്രീമിൽ ഡാം തൊട്ട് പഠിക്കും, ഡാമിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, Okay. പിന്നെ കനാലുകളിൽ എന്തൊക്കെയാണ് പ്രശ്നമുള്ളത്, നമ്മുടെ പാടത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. Fine. അപ്പൊ എല്ലാ വിഷയത്തിനും അതിന്റെ ഒരു ഫ്ലോ ഉണ്ട്. Okay. ആ ഫ്ലോ വെച്ച് വാല്യൂ ആഡ് ചെയ്ത് ന്യൂസ് പേപ്പേഴ്സ് നല്ലോണം ചെയ്ത്, സ്പെഷ്യലി എക്കണോമിക് സർവേ, Okay. എക്കണോമിക് സർവേയുടെ സ്ട്രോങ്ലി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് Hmm. ഒരു നോട്ട്, അവർ Okay. നോട്ടും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സും. Fine. സോ ദാറ്റ് നോട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും എന്താവണം എന്നില്ല. ചിലവർ നോട്ട്സ് ഗ്രാസ്പ് ചെയ്യണം, പക്ഷെ ചിലവർക്ക് കേട്ടാലായിരിക്കും ക്ലിക്കാം. Okay. നോട്ട് വായിക്കുന്നവർക്ക് നോട്ട്, ബട്ട് ലെക്ചർ വുഡ് ബി ഓൾവേസ് ഹോളിസ്റ്റിക്. Okay, അത് okay. അറ്റൻഡ് ചെയ്തുകൊണ്ട് Okay. അതിന് നമ്മൾ ആ പെഡഗോഗി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രോഷർ നോക്കിയാൽ മനസ്സിലാവും. Exactly. ഐ തിങ്ക് നമ്മൾ ഇതിന്റെ അവിടെ താഴെ അറ്റാച്ച് ചെയ്യാൻ തോന്നുന്നു, Okay. Okay. വീഡിയോന്റെ താഴെ അറ്റാച്ച് ചെയ്യാൻ Fine, തോന്നുന്നു. അപ്പൊ ബ്രോഷർ നമ്മൾ അക്കാഡമി, അതായത് നിങ്ങൾ ലെക്ചർ കാണുക, ലെക്ചർ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾ അതിന്റെ PYQ എഴുതുക. നമ്മൾ ഇൻഫാക്ട് നമ്മൾ ഇവിടെ PYQ ഡിസ്കഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ അറ്റൻഡ് ചെയ്യുന്നത്. Exactly. അതിനുശേഷം ആ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സെക്ഷനിലേക്ക് ഇത് പോവാം. അപ്പോൾ സോർ ആൻസർ യുവർ ക്വസ്റ്റ്യൻ സർ, നമ്മുടെ ആ ഒരു മൊഡ്യൂൾ വിൽ ബി എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ Yes. വേർ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ സിംഗിൾ ഗൈഡ്. പിന്നെ Exactly. വേറെ ഒന്നും റെഫർ ചെയ്യേണ്ട, അതിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ വെച്ച് എന്ത് ചെയ്താൽ മതി, ഭാവിയിൽ Yes. അപ്ഡേറ്റ് ചെയ്താൽ Yes, മതി. yes, ഇതായിരിക്കും yes. നമ്മുടെ ഒരു പെഡഗോഗി. Exactly. അപ്പൊ നമ്മുടെ ഒരു സ്മാർട്ട് ഹാർഡ് വർക്ക് ആണ് ആക്ച്വലി. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ഹാർഡ് വർക്ക്, ദ സ്മാർട്ട് ഹാർഡ് വർക്ക്. ഇപ്പൊ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് സമയം കളയാനായിട്ട് നമ്മുടെ കയ്യിൽ സമയമില്ല. അപ്പൊ റിസർച്ച് വർക്കൊക്കെ നമ്മുടെ എക്സ്പെർട്ട് മെന്റേഴ്സ് ചെയ്തോളും. നമുക്ക് വേണ്ടത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട് നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള എന്തെല്ലാം കൺസേൺസ് ആണോ, വിത്ത് റിഗാർഡ് ടു ആൻസർ റൈറ്റിംഗ്സ് ആവാം, കണ്ടന്റ് ആർട്ടിക്കുലേഷൻ ആവാം, അല്ലെങ്കിൽ കറണ്ട് അഫയർ, നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സിന്റെ ഇന്റർലിങ്കേജ് ആവാം, മൾട്ടി ഡിസിപ്ലിൻ ഇന്റർലിങ്കേജ് ആവാം, വാട്ട് ഓൾ ദ പ്രോബ്ലംസ് യു ഫേസ് ഇൻ GS എക്കണോമിക് സർവേ, ഡേറ്റ കളക്ഷൻ ആവാം, വാട്ട് ഓൾ ദ പ്രോബ്ലംസ് യു ഫേസ് ഇൻ GS3, അതിന്റെ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. യെസ്, ഇറ്റ് ഷുഡ് ബി. നമ്മൾ അങ്ങനെയാണ് നമ്മൾ അതിനെ കൺസെപ്ഷലൈസ് ചെയ്തിട്ടുള്ളത്. Yes, yes, yes. ഇത് എല്ലാം എടുത്തു കഴിഞ്ഞൊരു കുട്ടി വീണ്ടും വേറൊരു എക്സ്ട്രാ മെറ്റീരിയൽ വായിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫെയിലിയർ ആണ്. Yes, yes, നമ്മൾ yes. എന്താ ചെയ്യുന്നത്, യെസ് യു ഹാവ് ടു റീഡ് ഓതന്റേറ്റീവ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ എപ്പോഴും നമ്മൾ അറ്റൻഡ് ചെയ്യണം. Yes. ബട്ട് ആ ന്യൂസ് പേപ്പർ വായിച്ച് അതിലേക്ക് ആഡ് ചെയ്യാൻ നമ്മുടെ ബേസ് വേണം. Exactly. ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പറഞ്ഞാലാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പഠിക്കുന്നതിൽ അർത്ഥമുള്ളൂ. അർത്ഥമുള്ളൂ. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂസും സ്ട്രക്ചറിലുണ്ട് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തിലേക്ക് പഠിക്കാം. Exactly. ഗ്രോത്ത് റേറ്റിനെ പറ്റി പഠിച്ച് അതിന്റെ ഗ്രോത്ത് റേറ്റ് പഠിക്കുന്നതിലാണ്. അപ്പം ഒബ്വിയസ്ലി യു ഹാവ് ടു അപ്ഡേറ്റ് വിത്ത് ഇറ്റ് ദ Exactly. ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദ കമ്മിങ്. അടുത്ത വർഷത്തെ മെയിൻസ് എഴുതാൻ പോകുമ്പോഴത്തേക്കും. Yes, yes, But yes. until now, whatever is there in the news അതെ, അതെ, അതെ. and whatever comprehensively needs to be covered, Exactly. I think our course will be a one-stop solution. Exactly. അപ്പൊ ഇത് ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. നമ്മൾ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നത് ഇതൊരു പർട്ടിക്കുലർ റോക്കറ്റ് സയൻസ് അല്ല, അല്ലെങ്കിൽ ഇതൊരു എന്താ പറയാ, നമ്മൾ മുട്ട വെച്ച് വിരിയിച്ചെടുക്കുന്ന പോലത്തെ സംഭവമല്ല. നിങ്ങൾ ഈ പ്രോസസ്സിന്റെ ഭാഗമാകുമ്പോൾ ആ ഒരു സ്കില്ല് യു ക്യാൻ ഇൻകോർപ്പറേറ്റ് ദാറ്റ് സ്കിൽ ഓഫ് ഓർഗാനിക് തിങ്കിങ്, ഓർ മേ ബി UPSC ചിന്തിക്കുന്ന രീതിയിൽ. നിങ്ങളിപ്പോൾ റീസെന്റ് ഹോർമോസ് കടലെടുക്കിനെ കുറിച്ച് പഠിക്കുന്നു. നിങ്ങളത് UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളത് GS1 അപ്ലൈ, എൻ്റെ ഒരു ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവിൽ അപ്ലൈ ചെയ്യും. GS2 ഈ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ്, അതിന്റെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിൽ അതിന്റെ റോള്. ഇനി GS3 വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എക്കണോമിക് ആംഗിൾ, ഇപ്പൊ കടലെടുക്ക അടച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്രൈസിസ്, ഹൗ ഇറ്റ് ഈസ് ലീഡിങ് ടു ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇൻഫ്ലേഷൻ. അപ്പൊ ശരിക്കും നമ്മൾ ഇതൊരു ഓർഗാനിക്കലി തന്നെ സംഭവിക്കുന്നതാണ്. പക്ഷെ അതിന് കൃത്യമായി ഒരു ട്രാക്ക് ഇട്ട് തരണം. എങ്ങനെയാണ് എക്കണോമിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്, അല്ലെങ്കിൽ സ്പേസ്, ബയോഡൈവേഴ്സിറ്റി, എക്കോളജി, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എങ്ങനെയാണ് നിങ്ങൾ നല്ലൊരു ഡിസിഷൻ മേക്കർ ആവുന്നത്. ആ ഒരു പ്രോസസ്സാണ് GS3 പഠിക്കുക എന്നുള്ളത്. അപ്പം കാണാപ്പാഠം പഠിക്കുന്നതോ മെമ്മറൈസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ആൻസറിന് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ എക്സാമിന് സ്കോർ ചെയ്യണം എന്ന് വിചാരിച്ച് പഠിച്ചാലോ GS3 സ്കോർ ചെയ്യാനാവത്തില്ല.
ഒരു ഓഫീസർ ചിന്തിക്കുന്നത് പോലെ ശരിക്കും കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് അതിൻ്റെ ചാലഞ്ചസും ഇഷ്യൂസും കൃത്യമായിട്ട് എന്താ പറയുക അപഗ്രഥിക്കാനും അല്ലെങ്കിൽ വേ ഫോർവേഡിലേക്ക് നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചെത്താനും പറ്റുന്നുണ്ടെങ്കിൽ യെസ് ദിസ് ഇസ് ഡൺ, നിങ്ങൾക്ക് GS3 സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഈ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം കണ്ടന്റ് ഓൾറെഡി എൻറിച്ച്ഡ് ആവുന്നു, അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ആ കാര്യം നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ എക്സാം എന്താണ് നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് എന്നൊരു സംഭവം കിട്ടുന്നു. ഏറ്റവും വലിയൊരു തലവേദനയാണ് ഈ 1.5 വർഷം 2 വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ആ ഒരു റിസർച്ച് വർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹെക്ടിക് വർക്ക് നിങ്ങളുടെ ഒരു ബേർഡൻ അവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. കാരണം ദാറ്റ് വർക്ക് വിൽ ബി ഡൺ ബൈ അവർ എക്സ്പെർട്ട് മെൻറ്റേഴ്സ്. സോ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു GS3 എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു 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 എന്താ പറയുക വലിയൊരു ഒരു ടാസ്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു മഹാസമുദ്രത്തെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നീന്തി കടക്കാൻ ഒരു അവസരം. ദാറ്റ് ഈസ് ദ തിങ് ഫോർ ദ റിപ്പീറ്റേഴ്സ് വി ആർ ഡൂയിങ്. സിമിലർ വേ we do it for GS2. Oh, obviously after നമ്മൾ GS3 is one module which will take a lot of time. Yes. നേരത്തെ പറയണം ഇത്രയും സമയം സത്യത്തിൽ എന്തിനും എടുക്കൂല, GS2നോ അതോ ഇതിനോ എടുക്കൂല. കാരണം വൺ പ്രൈമറി റീസൺ വെച്ചാൽ നമ്മൾ പ്രിലിംസിൽ പഠിക്കാത്ത ഒരുപാട് ടോപ്പിക്സ് ഇവിടെ അധികമായി വരുന്നുണ്ട്. ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കുറച്ചധികം ടോപ്പിക്സ്. അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. ബട്ട് ഐ തിങ്ക് ഇത്രയും ടൈം കൊടുക്കണം. ഹേസ്റ്റിൽ ഓടിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹേസ്റ്റിൽ ഓടിയിട്ട് നമ്മൾ അതേ സ്പീഡിൽ ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വരും. സോ ഐ തിങ്ക് ഈ ഒരു സമയം കൊടുക്കുക. ബട്ട് ഇഫ് ഇതിൽ പെട്ടെന്ന് ചെയ്യുന്നവരുണ്ടാവാം. ബട്ട് ഐ തിങ്ക് ഇത് തന്നെ ഇന്റൻസീവ് ആണെന്ന് തോന്നുന്നത്. ബിക്കോസ് ഐ തിങ്ക് നമ്മളിപ്പോ 2 മാസം ഷെഡ്യൂൾ ചെയ്യുന്നതിനകത്ത് ഐ തിങ്ക് ദർ ഇസ് ജസ്റ്റ് 7 or 8 days ഒരു റിവിഷൻ ഡേ ആയിട്ട് ഇട്ടിട്ടുള്ളത്. ബാക്കി എനി ഡേ ആക്ടിവിറ്റി ഉണ്ട്. സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് ഐ തിങ്ക് ഒരു September 4th September 8th ആണ് നമ്മുടെ ലാസ്റ്റ് ഡേ GS3. അന്നേ ദിവസം നമ്മൾ അവസാനം ഇട്ടിരിക്കുന്നത് 2026 GS3 ടെസ്റ്റാണ്. Exactly. So our aim is actually you should be, while you finish this course, you should be able to write the GS3 course. GS3 paper for 2026. Exactly. അതൊരു ക്ലിയർ ഇൻഡിക്കേഷൻ ആയിരിക്കും that you are prepared for the next year GS3 also. Exactly. So അതായിരിക്കും നമ്മുടെ ഒരു കോഴ്സിന്റെ ഔട്ട്കം ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കാണുന്നുണ്ടാവും. അപ്പോൾ this is the thing, the same thing we do for GS4 and GS2, GS1. GS4 ഒന്നും നമുക്ക് അവഗണിക്കാനാവത്തില്ല. കാരണം ഈവൻ പ്രിലിംസിനടക്കം അത്രത്തോളം ഈ വർഷത്തെ ഈ 2025 പ്രിലിംസിന്റെ പേപ്പർ നമ്മളെ പഠിപ്പിക്കുന്നത് യു മസ്റ്റ് ബി പ്രിപ്പയർഡ് എനഫ് ഫോർ ഹാൻഡ്ലിംഗ് സച്ച് സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡീസ്. അപ്പം ഓഫ് കോഴ്സ് ഇതുവരെ നമ്മൾ GS4 മാറ്റി നിർത്തുമായിരുന്നു, മെയിൻസിന്റെ മാത്രം പേപ്പർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങനെ അതിനെ മാറ്റി നിർത്താനാവത്തില്ല. അപ്പോൾ ഈ ക്യാപ്സ്യൂൾ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക ക്രാഷ് കോഴ്സസ് അല്ലെങ്കിൽ GS വൈസ് പേപ്പേഴ്സ്, അത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ, നിങ്ങൾ വെറ്ററൻസ് ആയിക്കോട്ടെ, റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ, യു മേ ഹാവ് സം ട്രബിൾ. പിന്നെ പ്രിലിംസ് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാൽ ഒരിക്കലും നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനാവത്തില്ല. ആരാണോ മെയിൻസ് നന്നായിട്ട് കവർ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ, ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ആർ അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. ഈ പറഞ്ഞ സോക്കോൾഡ് സബ്ജക്റ്റ് ഇന്റർലിങ്കേജും മൾട്ടി ഡിസിപ്ലിനറി ഇന്റർലിങ്കേജ് ഒക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവിടെ നമ്മൾ പാളിപ്പോകരുത്. സോ ദിസ് വുഡ് ബി ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ യു. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ഗാലന്റിനെ കോണ്ടാക്ട് ചെയ്യുക. ജാസിം സാറും അതുപോലെ തന്നെ യുനോ ദർ ഇസ് എ ഹ്യൂജ് ടീം ബിഹൈൻഡ് ദിസ് മിഷൻ വിത്ത് ആൻസർ കറക്ഷൻസ് ആൻഡ് കണ്ടന്റ് എൻറിച്ച്മെന്റ് ക്ലാസ്സസ്, മെന്റർഷിപ്സ്. അപ്പോൾ ഇത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള മെന്റേഴ്സിന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഒരു സൂപ്പർവിഷനിലുള്ള ഒരു പ്രോഗ്രാം ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബെനഫിറ്റ് യു ആസ് ഫാർ ആസ് ദിസ് എക്സാം ഈസ് കൺസേൺഡ്. ടൈമിലി നമുക്ക് കവർ ചെയ്യണം, കണ്ടന്റ് എൻറിച്ച് ചെയ്യണം, അതിനെ അപ്ലൈ ചെയ്യാനും കൂടി അറിഞ്ഞിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് ഇതിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്നും അല്ലെങ്കിൽ എങ്ങനെ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യണം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ചലഞ്ച് ഫാക്ടർ എപ്പോഴും 20 questions, 250 marks, 3 hours, and first 10 questions 10 marks, then next 10 questions 15 marks. അപ്പോൾ നല്ല ഒരു ടോപ്പ് 10 നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും 20 ഒരു മിനിമം 18 ക്വസ്റ്റ്യൻസ് എങ്കിലും നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് നിങ്ങളെ റെഡിയാക്കി എടുക്കുന്ന ഒരു മിഷനും കൂടിയായിരിക്കും നമ്മുടെ ഈ പ്രോഗ്രാം. സാർ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി ഡീറ്റെയിൽസും ഇതിൻ്റെ ബ്രോഷറും കാറ്റലോഗ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യും. നിങ്ങൾക്കത് യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്
For more details and doubt clarifications, you feel free to contact us anytime. Thank you. If for any you have any suggestions or നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ you can contact us or in the comment box. നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. Gallant IAS, chasing your passion to ace.